എന്തായാലും സാറ് പറഞ്ഞ പോലെ സാറിൻ്റെ വൈഫിന് കിട്ടാതിരുന്ന ആ ഒരു ലാക്ക് ഓഫ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ലാക്ക് ഓഫ് ക്വാളിറ്റി സർവീസാണ് ആക്ച്വലി ഈ ഒരു ഡയറക്ടർ എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റേജിലേക്ക് എത്താൻ കാരണമായിട്ടുള്ളത്. അപ്പം മേ ബി അത്രയധികം സ്ട്രഗിൾസ് ഒന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. എന്നാലും ഒരു സ്ഥാപനം തുടങ്ങുമ്പോഴുള്ള സ്ട്രഗിൾസ് ഒക്കെ തീർച്ചയായിട്ടും ഒരു സംരംഭം ഡയറക്ടർ അത് അനുഭവിച്ചിട്ടുണ്ടാവും. എന്തൊക്കെയായിരുന്നു ആ സ്ട്രഗിൾസ്? അപ്പോൾ ആക്ച്വലി പറയുകയാണെങ്കിൽ കോട്ടയം എന്ന് പറഞ്ഞാൽ ഒരു ഹബ്ബാണ്, ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ഹബ്ബ് എന്ന് പറയാം. അപ്പോൾ അവത്തിൽ നിന്ന് വളർന്നു വരിക എന്ന് പറഞ്ഞാൽ വലിയൊരു ഇതാണ്, മനസ്സിലായില്ലേ? അപ്പോഴത്തേക്ക് ഇപ്പം ഞങ്ങൾ നേഴ്സ് ആയതുകൊണ്ട് അവിടെ ഓരോ ഹോസ്പിറ്റലുകളുണ്ട്. അപ്പോൾ ചെറുതായിട്ട് നമ്മൾ തന്നെ ഒരു ചെറിയൊരു നോട്ടീസും പിടിച്ച് OET IELTS എന്ന് പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ തന്നെ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഇടയ്ക്കും നമുക്ക് ഒത്തിരി പ്രശ്നങ്ങൾ അതിനിടയ്ക്ക് ഉണ്ട്. എങ്കിലും നമ്മൾ ചെറിയ രീതി വഴി റിസൾട്ടായി വന്നു കഴിഞ്ഞപ്പോഴത്തേന് നമ്മളത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് സ്റ്റുഡൻസ് വരാൻ തുടങ്ങി. അതായത് നമ്മുടെ റിസൾട്ട് അതെ മൗത്ത് പബ്ലിസിറ്റി വഴി നമുക്ക് നല്ല സ്ഥാപനമാണെന്ന് പറഞ്ഞാണ് നമുക്ക് കുട്ടികൾ വരാൻ തുടങ്ങി.